എക്സാം തുടങ്ങി 5 മിനിറ്റ് ആയാൽ തന്നെ ചിലർ കാണാൻ സൂപ്പർ ഫാസ്റ്റ് ബസ്സിനെ പോലെ ഓടിക്കിതച്ചുകൊണ്ട് നേരം വൈകി എക്സാം ഹാളിൽ കയറുന്നത് പലപ്പോഴും നാം കാണാറുണ്ട്. ചിലരാകട്ടെ എഴുതാനുള്ള പേന പോലും മറന്നുകൊണ്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടിയോട് പേന കടം ചോദിക്കുന്നത് നാം കാണാറുണ്ട്. ഒരു എക്സാം ഹാളിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത്, അതിനു വേണ്ട പ്ലാനുകൾ എന്തൊക്കെയാണ് എന്നുപോലും ശ്രദ്ധിക്കാതെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളിൽ നാം ചെന്ന് ചാടാറുള്ളത്. എക്സാം ഹാളിലേക്ക് ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളത്. സോ വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. ഒരു എക്സാം ഹാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ പല കാര്യങ്ങളും ഓൾറെഡി പ്ലാനഡ് ആവണം. നമ്മുടെ ഹാൾ ടിക്കറ്റ്, എക്സാം എഴുതുന്ന പേന, ജിയോമെട്രി ബോക്സ്, ഈവൻ വാട്ടർ ബോട്ടിൽ അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ നാം ഒരുക്കി വെക്കുകയും അറ്റ്ലീസ്റ്റ് എക്സാമിൻ്റെ തലേ ദിവസം തന്നെ നാം ഒരുക്കി വെച്ചുകൊണ്ട് നമ്മൾ എക്സാമിനും വേണ്ടിയിട്ട് വളരെ നേരത്തെ തന്നെ ഹാളിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അവസാന ബസ്സിനും വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കരുത് എന്നർത്ഥം. ഒരു പക്ഷേ ആ ബസ് മിസ്സാവുകയോ അതിനെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞ് വളരെ ലേറ്റായിട്ട് എക്സാമിന് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ തലേന്ന് പഠിച്ച മുഴുവൻ കാര്യങ്ങളും ഓൾറെഡി മറന്നിട്ടുണ്ടാകും. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് പലപ്പോഴും എക്സാമിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ എഴുതാൻ പറ്റാത്ത ഒരവസ്ഥ പല കുട്ടികളും എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ കാരണവും ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്തി മെൻ്റലി നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിനും വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഈ ഒരു ഏതൊക്കെയാണ് സബ്ജക്റ്റ്, ഏതൊക്കെ ചോദ്യങ്ങൾ അതിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് ഒരു പക്ഷേ നേരത്തെ തന്നെ മനസ്സിലുണ്ടാകും. ആ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് പുതിയ കാര്യങ്ങൾ ഒരിക്കലും പഠിക്കാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടതില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്പോൾ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പഠിച്ച പല കാര്യങ്ങളുമായിട്ട് അത് മിസ്അണ്ടർസ്റ്റാൻഡ് ആവുകയും കൺഫ്യൂസ്ഡ് ആവുകയും അവസാനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പഠിച്ചത് തന്നെ എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ മറ്റുള്ളവർ എങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ചിലരൊക്കെ ഇന്ന കാര്യങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ വാചാലമായിട്ട് അപ്പുറത്തിരുന്ന് വലിയ ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ അതുവരെ പഠിച്ച കാര്യങ്ങളെ തന്നെ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സമയം നാം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എക്സാം ഹാളിലേക്ക് കയറിയാൽ തന്നെ അവിടെയും നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. നമ്മൾ ഇരിക്കുന്ന സ്ഥലം അതേപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് നമ്മൾ ഉറപ്പുവരുത്തുക. ഒരു പരീക്ഷ പേപ്പർ തരുമ്പോൾ തന്നെ നമ്മൾ ഒരിക്കലും വിഭ്രാന്തരാവാതെ വളരെ സേഫ് ആയിക്കൊണ്ട് വളരെ കൂളായിക്കൊണ്ട് സിമ്പിളായിക്കൊണ്ട് ആ എക്സാമിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നേരിടേണ്ടതുണ്ട്. പേപ്പർ കിട്ടി അതിലെന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തൻ്റെ ഇൻവിജിലേറ്ററായിട്ട് എത്തിയിട്ടുള്ള അധ്യാപകനോട് നേരിട്ട് ചോദിക്കുക. നമ്മൾ തന്നെ പലപ്പോഴും എടുക്കുന്ന പല ഡിസിഷനുകളും ഒരുപക്ഷെ തെറ്റായിരിക്കും. ഒരുപക്ഷെ നമ്മൾ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് പേജിൽ എഴുതിയിരിക്കുന്ന നമ്പറോ റോൾ നമ്പർ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും വെട്ടിത്തിരുത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ അധ്യാപകൻ്റെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹം കൂടി അറിയുന്ന രൂപത്തിൽ നാം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻസിനെ അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ മനസ്സിൽ നേരിടുന്ന പ്രതിസന്ധികൾ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഒരു കൂൾ ഓഫ് ടൈം എന്നുള്ളത് ഒരു കുട്ടിയുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 15 മിനിറ്റ് കിട്ടുന്ന ആ ഒരു കൂൾ ഓഫ് ടൈം നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കേണ്ടതുണ്ട്. ചില കുട്ടികളെങ്കിലും ആ കിട്ടുന്ന സമയം തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുകളോട് എന്തെങ്കിലും വൺ വേർഡ് ഉത്തരങ്ങളെങ്കിലും ഒക്കെ കിട്ടുമോ എന്ന് സംസാരിക്കാൻ കഴിയാത്ത ആളുകളുടെ ഭാഷയിൽ ആംഗ്യം കാണിച്ചുകൊണ്ട് പലപ്പോഴും ചോദിക്കുന്നതൊക്കെ എക്സാം ഹാളിൽ കാണാറുണ്ട്. ഒരു പഠിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ കൂളായിട്ടുണ്ട്. കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് കൂളാക്കാനുള്ള സമയമാണ്. ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്കി അവിടെയൊക്കെ എന്തെല്ലാമാണ് ഉത്തരങ്ങൾ നമ്മൾ വരേണ്ടത്. ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ എസ്സേയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്. ഒരു 3 മാർക്ക് ചോദ്യമാണ്, അപ്പോൾ ഇന്ന പോയിന്റുകളൊക്കെ അതിൽ നമുക്ക് എഴുതാൻ പറ്റുമെന്നൊക്കെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു സമയമാണ് യഥാർത്ഥത്തിൽ കൂൾ ഓഫ് ടൈം എന്നുള്ളത്. ആ സമയത്ത് വിഭ്രാന്തരാവാതെ പഠിച്ച അല്ലെങ്കിൽ ഏത് ചാപ്റ്ററുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ള ഓരോ ചോദ്യങ്ങളും വന്നിട്ടുള്ളത്, ഓരോ ഭാഗങ്ങളും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഏതൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് അറിയുന്നതുള്ളത്, ചില ചോദ്യങ്ങൾ കൺഫ്യൂസ്ഡ് ആണോ, അത് എപ്പോൾ എഴുതണം, അവസാനത്തിലേക്ക് എഴുതിയാൽ മതിയോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വെൽ പ്ലാൻഡ് നമ്മളെ സമയത്തെ ഏറ്റവും അനുയോജ്യമായിക്കൊണ്ട് ഉപയോഗിക്കേണ്ട ഒരു പ്ലാനിങ്ങുകളെ കുറിച്ചാണ് കൂൾ ഓഫ് ടൈമിൽ നമുക്കൊരു ഉണ്ടാവേണ്ടത്. മാത്രമല്ല അവിടെ വരുന്ന അധ്യാപകനെ റെസ്പെക്റ്റ് ചെയ്യുവാനും
അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഓരോ നിർദ്ദേശങ്ങളും കേൾക്കുവാനും ഒക്കെ എക്സാം ഹാളിൽ കയറുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻസ് ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പഠിച്ച കാര്യങ്ങളെ ഉത്തര പേപ്പറിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുവാനും ആ എക്സാം കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മസംതൃപ്തി തോന്നുന്ന രൂപത്തിലേക്ക് എക്സാമിനെ നമുക്ക് മാറ്റുവാനും എന്ത് ചെയ്യേണ്ടതുണ്ട്, സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ചെറിയ ചില കാര്യങ്ങളായിരിക്കും നമ്മളെ എക്സാമിൻ്റെ എഴുതുന്ന അല്ലേ, നമ്മൾ സാധാരണ പറയാറുണ്ട് 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിൻ്റെ പരീക്ഷയ്ക്ക് അവിടെ നമ്മൾ എഴുതുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് വാല്യുവേഷൻ. നമ്മൾ തലേന്ന് രാത്രി 2 മണി വരെ ഇരുന്ന് പഠിച്ചതോ അല്ലെങ്കിൽ നമ്മൾ നല്ല വർഷങ്ങളായിട്ട് നല്ലവണ്ണം പഠിക്കുന്നൊരു കുട്ടിയാണോ എന്നുള്ളതൊന്നും അവിടെ കാര്യമല്ല. ആ നോക്കുന്ന പരീക്ഷ പേപ്പർ നോക്കുന്ന അധ്യാപകന് എന്താണോ ആ കുട്ടി എഴുതി വെച്ചത് അത് മാത്രം വാലിഡേറ്റ് ചെയ്യാനുള്ള അവസരമേ ഉള്ളൂ. അപ്പോൾ ആ 1.5 മണിക്കൂറിനെ ഏറ്റവും അടിപൊളിയാക്കുക, ഏറ്റവും നന്നാക്കുക എന്നുള്ളത് അതിൻ്റെ മുമ്പുള്ള നമ്മുടെ പ്രീ പ്ലാനിങ്ങുകൾക്കനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ചെറിയ ചില കാര്യങ്ങൾ പോലും നമ്മൾ തെറ്റായി ചെയ്തുകൊണ്ട് എക്സാം എന്ത് ചെയ്യരുത്, ഒരിക്കലും കുളമാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ എക്സാം എന്ത് ചെയ്യുക, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സന്ദർഭമാക്കി നമ്മൾ മാറ്റുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്